ഗൈസ് ഫൈനലി നമുക്കൊരു സാധനം കിട്ടി. ഇത് വിസിലടിപ്പിക്കാൻ വേണ്ടി വാ. ആവശ്യമില്ല, നമുക്ക് ഈ വിസിലാക്കാം. അണിച്ചേട്ടാ സാധനം റെഡി. ആ ദേ ഒന്ന് ദേ രസമല്ലേ? ഇതാണ് ചേട്ടാ പഴത്തെടുത്തുള്ള വിസില്. അല്ല ഇത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏട്ടേ. കണ്ടു നോക്കി ചേട്ടാ. നമ്മളെല്ലാം വട്ട് കേസ് പിടിക്കുന്ന കേസുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്താലും നമ്മൾ സംഭവം പഠിക്കുന്നത്, മനസ്സിലായോ? അല്ല അവിടെ സെപ്പറേറ്റ് ഇത് പിച്ചിൽ വെക്കാത്ത സൗണ്ടാണോ? ഇനിയിപ്പോൾ ഞാൻ എന്നാ കാണിക്കുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വീശിയാലും അടിച്ചാലോ? ഇതിനകത്ത് ഇട്ടോ കേട്ടോ. നല്ല ആൻറ്റിച്ചേട്ടൻ പോയോ? അല്ല ഞാൻ ഒന്ന് വെക്കട്ടെ ആൻറ്റിച്ചേട്ടാ, അതിലേക്ക് ഒന്ന് വെക്കട്ടെ. നമ്മൾ നോക്കുവാണേ, വെറുതെ ചവിട്ടിയാൽ മതി എൻ്റെ പൊന്നിൽ ഇവനെ. അത് നടുക്കത്തെ കൂടെ എങ്ങനെയാലും നോക്കുവോ? ഇതിൽ കിടന്നുണ്ടേ, ഇത് കൊള്ളാം. മറ്റേ എയർവണ്ടി വെച്ചേ ആയില്ലേ? ഇതിനെല്ലാം ക്ലിപ്പ് അടിച്ചാൽ മതി ഇപ്പം. ആ മറ്റേ വലിയത് വെച്ച് നോക്കിയവനെ വെച്ചു. അതാ നല്ല. അത് കുഴപ്പമില്ല, ഇത് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവും. ഇതാ നല്ല സൗണ്ട് ഉണ്ടോ? കൊള്ളാം അല്ലേ? അതിന് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ആ അത് ഇവിടെ സെറ്റ് ചെയ്യാം. മറ്റേത് എന്തായാലും കിട്ടണം. താഴെ വെച്ച് മുറിക്കാൻ മതി. ഹോൺ പോലെ രസമായി. ടൈറ്റ് വെച്ച് ടൈറ്റ് ചെയ്താൽ പോലെ ഇവിടെ വേണ്ട. പ്ലാസ്റ്റിക് അല്ലേ? ഇതാണ് നല്ല ഫ്രണ്ട് വെക്കണേ. നല്ല സൗണ്ട് ആയി. താഴെ തൂക്കിയിട്ടാ മതി ആൻറ്റി ചേട്ടാ. തൂക്കിട്ടാ പോവും. അടിച്ചു പൊട്ടി പോകും. ക്വാളിറ്റി ഇല്ലല്ലോ. ചാത്തം പ്ലാസ്റ്റിക്. ഇനി സാധാ വിസിൽ നോക്കണോ? ഞാൻ ഊതിയ ഒരു PP പോലും നന്നായിട്ട് ഊതൂല. എന്നൊക്കെ വട്ടുകേസാണ് ചേട്ടാ. ഇതിപ്പോ ആൻഡ്രി ചേട്ടൻ ഇതിനോട്ട് കൗതുകം ഉള്ളായിരുന്നോ? വേറെ വല്ല ആശാന്മാരാണ് ഇപ്പൊ ഓടിച്ചാല്. ചവിട്ടിട്ടെ ചവിട്ടിട്ടെ. ആ അല്ലേ? അത് കാണിച്ചേ, റൗണ്ട് കാണിച്ചേ. അത് പിന്നെ ഇത് വേണ്ട, നല്ല മെച്ചതാണ്. ആണോ? കാണിച്ചേ. അപ്പൊ എങ്ങനെ ചപ്പും ആ ഫ്രണ്ട്? അതൊക്കെ ക്ലിപ്പ് തന്നെ റെഡിയായിക്കോളും. വിട്ടേ. അത് പോരാ, ഇത് വേണ്ട. അടുത്ത് അതെ, എന്നാ പിന്നെ ഇത് തന്നെ കൊടുക്കാം. ഇത് കൊടുത്തേ.